ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ജി ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഈ കണ്ടെയ്നറുകളൊക്കെ കിടക്കാൻ കണ്ടിട്ട് ഞാൻ വല്ല തമിഴ്നാട്ടിലൊക്കെയാണെന്ന് വിചാരിക്കേണ്ട. നമ്മളിപ്പോൾ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് ഒരു കിഡിലെ സ്പോട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കിഡ് കച്ച് സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ എറണാകുളം ഹൈക്കോർട്ടിനടുത്ത് അധികം ദൂരത്തിലല്ലാണ്ട് തന്നെയാണ് ഈ ഒരു ബീച്ചും പുതുവൈപ്പ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാം. ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം ജില്ലയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പുതുവൈപ്പ് ബീച്ചുണ്ട്, വളപ്പ് ബീച്ചുണ്ട്, ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുണ്ട്. അതിന് വല്ലാർപാടത്ത് തന്നെ പള്ളിയുണ്ട്. വല്ലാർപാടം പള്ളി എന്ന് പറയുന്നത് പേര് കേട്ടൊരു പള്ളി തന്നെയാണ്. പിന്നെ നമ്മുടെ ബോൾഗാട്ടി ഇല്ലേ, ബോൾഗാട്ടി പാലസ്, ധർമ്മജൻ ബോൾഗാട്ടി സിനിമാടൻ, ആ ബോൾഗാട്ടി ഉണ്ട്. മറീന വാക്ക് ഉണ്ട്, മറൈൻ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ ഇവിടെ തന്നെ ഒരു 3-4 കിലോമീറ്ററിനുള്ളിലായിട്ട് തന്നെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു സ്ഥലം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിയും ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് നിന്ന് പോകാനുള്ളൂ. ഈ വൈപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്വീപാണ്. 25 കിലോമീറ്റർ നീളം വരുന്നൊരു ദ്വീപാണ്. അതിൻ്റെ തെക്കേ അറ്റത്തായിട്ട് വരുന്നൊരു ബീച്ചാണ് ഈ പുതുവൈപ്പ് എന്ന് പറയുന്നത്. മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ എൻ്റെ പുറകിലായിട്ട് കാണണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ, നമ്മുടെ ക്യാമറയിൽ അത്രയൊക്കെ സൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരെ കാണുന്ന സംഭവമാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് തന്നെയാണ് ഈ പുതുവൈപ്പിലുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കണ്ടില്ല, നമുക്ക് എറണാകുളം ജില്ലയുടെ ഒരുവിധമുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെപ്പോലെ തന്നെ കടലിലൊന്ന് ഇറങ്ങി നീന്തണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ പേടി കൊണ്ട് പലരും ഇറങ്ങുന്നുണ്ടാവില്ല. പക്ഷേ ശനിയും ഞായറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ നീന്തൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നീന്തൽ പഠിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ സർഫിങ് പഠിപ്പിക്കാനും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ, കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയേക്കണ പോലെ നല്ല ഡിസൈനിലൊക്കെ ചെയ്ത് വെച്ചേക്കണത്. അതൊക്കെ ഈ ഒരു ബീച്ചിൽ മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയായിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ കടലിൽ കൂടെ ഒഴുകി വന്ന മരങ്ങൾ ഇവർ നല്ല ഷേപ്പിലൊക്കെ ചെയ്ത് ഇവിടെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണാണ്. അപ്പം നമ്മുടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വൈപ്പിൻ ദ്വീപ് ഉണ്ടായത് 1334 അപ്പോൾ ഈ വൈപ്പിൻ ദ്വീപ് ഉണ്ടായ സമയത്ത് ഈ ഓച്ചന്തുരുത്ത് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പ് അത്രയും നീളം മാത്രമേ ഈ വൈപ്പിൻകരക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം 1950 ഈ ഓച്ചന്തുരുത്തിനോട് ചേർന്ന് പിന്നീട് ഇങ്ങനെ കരവെച്ച് വന്നത്, കടല് കരവെച്ച് വന്ന് ഇങ്ങനൊരു ഇതുണ്ടായത്. അപ്പോൾ അതിനുശേഷം പുതിയതായിട്ട് വന്ന കരയായതുകൊണ്ട് പുതുവൈപ്പ് എന്നുള്ള പേര് വന്നു. നമ്മുടെ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൽ നിന്ന് വൈപ്പിൻ ബോട്ട് ജെട്ടിയിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ആദ്യം ഉണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. 1839 ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്ന ലൈറ്റ് ഹൗസാണ്. പിന്നെ 1979 നവംബർ 15 ഈ വൈപ്പിനിലേക്ക് മാറ്റിയത്, പുതുവൈപ്പിലേക്ക് വന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 46 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റും കൂടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 49 മീറ്റർ ആയിട്ട് വരും. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പട്ടങ്ങൾ വാങ്ങിക്കാനൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ പട്ടങ്ങൾ വിൽക്കുന്നത്. പിന്നെ നമുക്ക് ലഘുഭക്ഷണം കഴിക്കാനായിട്ട് ബജ്ജിക്കടകൾ തന്നെ ഒരുപാടുണ്ട്, ഐസ്ക്രീം കടകളുണ്ട്, അങ്ങനെ ഒരുപാട് കടകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുതുവൈപ്പ് ബീച്ചിൽ വരണയാണെങ്കിൽ വേറൊരു ബീച്ചിലും കിട്ടാത്തൊരു സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ലൈറ്റ് ഹൗസും കൂടി കാണാമെന്നുള്ളൊരു സൗകര്യമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ ലൈറ്റ് ഹൗസിലേക്ക് കയറാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റി കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സൗകര്യമുണ്ട്, ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് വഴി മുകളിൽ കയറി ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരണയാണെങ്കിൽ എന്തായാലും ഇത് രണ്ടും കൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരണം.
അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഹൗസിലെ മുടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാത്രം അവധിയാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ലൈറ്റ് ഹൗസ് ഓപ്പൺ ആണ്. ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റ് ഏകദേശം ഒരു 51 കിലോമീറ്റർ വരെ ദൂരത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ പുതുവൈപ്പ് ബീച്ചിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയേക്കണേ, മറ്റുള്ള ചെറായി ബീച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇവിടെ ഇല്ല. കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പുതുവൈപ്പ് ബീച്ചിലില്ല. ഇവിടെ എന്ന് വെച്ചാൽ കിഡിലൻ ബീച്ച് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്, അസ്തമയം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. എറണാകുളത്ത് നിന്നൊക്കെ എളുപ്പം വരാൻ പറ്റിയൊരു ബീച്ച് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പുതുവൈപ്പ് ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരേണ്ട ഒരു ബീച്ച് തന്നെയാണ് ഈ പുതുവൈപ്പ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഇവിടെ വരാനായിട്ട് സൗകര്യമായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.